പ്രിയ വിദ്യാർത്ഥികളെ, വെൽക്കം ടു ആൾ. നമ്മുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായി കിങ്ഡം ഫഞ്ചയാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കിങ്ഡം ഫഞ്ചയുടെ ക്യാരക്ടേഴ്സ്, ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സ്, അതുപോലെ കഴിഞ്ഞ ക്ലാസ്സിൽ അതിൻ്റെ റീപ്രൊഡക്ഷൻ ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. സെക്ഷുവൽ റീപ്രൊഡക്ഷനും വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷനും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. കിങ്ഡം ഫഞ്ചയുടെ 3ാമത്തെ ക്ലാസ്സാണിത്. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രധാനമായിട്ടും കിങ്ഡം ഫഞ്ചയുടെ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആണ്. അപ്പോൾ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം ഈ ഫഞ്ചയുടെ വെജിറ്റേറ്റീവ് ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ്, അതുപോലെ സെക്ഷുവൽ ആൻഡ് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ഇതെല്ലാം നന്നായി പഠിച്ചിരിക്കണം. എങ്കിൽ മാത്രമേ ഈ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ആദ്യം ആ ഭാഗങ്ങൾ നന്നായിട്ട് പഠിച്ചെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം ഈ ക്ലാസ് കേൾക്കും. അപ്പോൾ നമുക്ക് നോക്കാം ഈ കിങ്ഡം ഫഞ്ചയുടെ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. അപ്പോൾ ഏതൊക്കെയായിരുന്നു വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ മെത്തേഡ്സ്, ഏതൊക്കെയായിരുന്നു സെക്ഷുവൽ റീപ്രൊഡക്ഷൻ മെത്തേഡ്സ് ഒക്കെ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് ഈ ഫഞ്ചയുടെ വെജിറ്റേറ്റീവ് റീപ്രൊഡക്റ്റീവ് മെത്തേഡ്സ്? ഫഞ്ചയുടെ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ മെത്തേഡ്സ് നമുക്കറിയാം. ഫ്രാഗ്മെന്റേഷന്, ബഡ്ഡിങ്, ഫിഷന്, അതുപോലെ ഒയിഡിയ, പ്ലാമിഡോസ്പോർസ് തുടങ്ങിയവ. എന്നാൽ ഫഞ്ചയുടെ അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ മെത്തേഡ്സ് ആണ് സ്പൊറാഞ്ചിയോസ്പോർസ്, അതുപോലെ സൂസ്പോർസ്, കൊണീഡിയ അല്ലെങ്കിൽ കൊണീഡിയോസ്പോർസ്. അപ്പോൾ ഫംഗസിന്റെ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷനും അസെക്ഷുവൽ റീപ്രൊഡക്ഷനും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇനി അടുത്ത് പഠിക്കാനുള്ളത് ഫഞ്ചയുടെ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആണ്. എന്താണ് ഫഞ്ചയുടെ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ? ഫഞ്ചൈ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഈസ് ഡൺ ബൈ oospores, ascospores ആൻഡ് ബെസിഡിയോസ്പോർസ്. അപ്പോൾ ഫംഗസിന്റെ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടക്കുന്ന 3 മെത്തേഡ്സ് അല്ലെങ്കിൽ സെക്ഷുവൽ റീപ്രൊഡക്റ്റീവ് സ്പോർസ് ആണ്, അല്ലെങ്കിൽ സെക്ഷുവൽ സ്പോർസ് ആണ്. ഇതൊക്കെ oospores, ascospores, അതുപോലെ ബെസിഡിയോസ്പോർസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് ഫംഗസിന്റെ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആണെങ്കിലും സെക്ഷുവൽ റീപ്രൊഡക്ഷനും അല്ല, പ്രധാനമായും സ്പോർ ഫോർമേഷനിലൂടെയാണ് നടക്കുന്നത്. സ്പോർ ഫോർമേഷൻ അതിന്റെ ടൈപ്സ്, ഡിഫറെന്റ് തരത്തിലുള്ള അല്ലെങ്കിൽ പലതരത്തിലുള്ള 2 തരത്തിലുള്ള സ്പോർസ് ഒക്കെ എങ്ങനെ ഫോം ചെയ്തൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ക്ലാസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഫംഗസിന്റെ 2 തരത്തിലുള്ള സ്പോർ ഉണ്ടാവുന്നു. ഒന്ന് ഡയറക്റ്റ് മെത്തേഡിലൂടെയും മറ്റൊന്ന് ഇൻഡയറക്റ്റ് മെത്തേഡിലൂടെയും. ഇപ്പോൾ ഡയറക്റ്റ് മെത്തേഡിലൂടെ അല്ലെങ്കിൽ ഹൈഫയിൽ ഡയറക്റ്റ് സ്പോർസ് ഉണ്ടാവുന്നതൊക്കെ അസെക്ഷുവൽ റീപ്രൊഡക്റ്റീവ് സ്പോർസ് ആണ്. എന്നാൽ ഇൻഡയറക്റ്റ് മെത്തേഡിലൂടെ, അതായത് ഹൈഫയിൽ മറ്റു പല പ്രോസസ്സും നടന്നതിന് ശേഷം സ്പോർ ഉണ്ടാവുകയാണെങ്കിൽ അത് സെക്ഷുവൽ റീപ്രൊഡക്റ്റീവ് മെത്തേഡ്സ് ആണ്, അല്ലെങ്കിൽ സെക്ഷുവൽ സ്പോർസ് ആണ്. അപ്പോൾ ഇവിടെ സെക്ഷുവൽ റീപ്രൊഡക്ഷനിൽ 3 തരത്തിലുള്ള സ്പോർ നമ്മൾ പഠിക്കുന്നുണ്ട്. oospores, അതുപോലെ ആസ്കോസ്പോർസ് ആൻഡ് ബെസിഡിയോസ്പോർസ്. ഈ സ്പോർസ് എല്ലാം ഉണ്ടാവുന്നത് ഇൻഡയറക്റ്റ് മെത്തേഡിലൂടെയാണ്. അതായത് ഈ ഫംഗസിന്റെ ഹൈഫയിൽ പല മാറ്റങ്ങളും അല്ലെങ്കിൽ പല പ്രോസസ്സുകളും നടന്നതിന് ശേഷമാണ് എന്തുണ്ടാവുന്നത്, സ്പോർസ് ഉണ്ടാവുന്നത്. അപ്പോൾ നമുക്ക് അതാണ് ഈ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പറ്റും. അതുപോലെ നമുക്കറിയാം the various spores are produced in distinct structures called fruiting bodies. ഈ സ്പോർസ് എല്ലാം ഉണ്ടാവുന്നത് പ്രത്യേകം എന്താണ് സ്ട്രക്ചറിനകത്താണ്. ആ സ്ട്രക്ചർ എന്ന് പറയുന്നതാണ് ഫ്രൂട്ടിംഗ് ബോഡീസ്. ഈ സെക്ഷുവൽ സ്പോർസ്, oospores, ascospores, അതുപോലെ ബെസിഡിയോസ്പോർസ് എല്ലാം ഉണ്ടാവുന്നത് പ്രത്യേകം ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ള സ്ട്രക്ചറിലാണ്. ആ സ്ട്രക്ചറിനെ പറയുന്നതാണ് ഫ്രൂട്ടിംഗ് ബോഡീസ്. ഇനി ഫംഗസിന്റെ സെക്ഷുവൽ റീപ്രൊഡക്ഷനിലേക്ക് വരികയാണെങ്കിൽ ദ സെക്ഷുവൽ സൈക്കിൾ ഇൻവോൾവ്സ് 3 സ്റ്റെപ്സ്. ഏതൊക്കെയാണ് ഈ ഫംഗസിന്റെ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത്? പ്രധാനമായും 3 സ്റ്റെപ്പുകളിലൂടെയാണ്, അല്ലെങ്കിൽ 3 സ്റ്റേജായി നടക്കുന്നത്. ഒന്നാമത്തെ സ്റ്റെപ്പാണ് പ്ലാസ്മോഗമി, രണ്ടാമത്തെ സ്റ്റെപ്പ് കാരിയോഗമി ആൻഡ് മൂന്നാമത്തെ സ്റ്റെപ്പ് മിയോസിസ്. അപ്പോൾ ഫംഗസിന്റെ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത് പ്രധാനമായും ഈ 3 സ്റ്റെപ്പിലൂടെയാണ്. ഒന്നാമത് നമ്മൾ പ്ലാസ്മോഗമി എന്ന് പറയുന്നു. പ്ലാസ്മോഗമി എന്ന് പറഞ്ഞാൽ ഫ്യൂഷൻ ഓഫ് 2 പ്രോട്ടോപ്ലാസ്റ്റ്. 2 സെല്ലിന്റെ പ്രോട്ടോപ്ലാസം അല്ലെങ്കിൽ സൈറ്റോപ്ലാസം മാത്രം ഫ്യൂസ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് പ്ലാസ്മോഗമി. ന്യൂക്ലിയസ് ഫ്യൂസ് ചെയ്യാതെ സൈറ്റോപ്ലാസം മാത്രം ഫ്യൂസ് ചെയ്യുന്നതിനാണ് പറയുന്നത് പ്ലാസ്മോഗമി. അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ് കാരിയോഗമി. കാരിയോഗമി എന്ന് പറഞ്ഞാൽ ഫ്യൂഷൻ ഓഫ് 2 ന്യൂക്ലിയർ. നേരത്തെ പ്രോട്ടോപ്ലാസം ഫ്യൂസ് ചെയ്ത ഈ 2 ന്യൂക്ലിയസുകളും തമ്മിൽ ഫ്യൂസ് ചെയ്യുന്നതാണ് കാരിയോഗമി. കാരിയോഗമി മീൻസ് ദ ഫ്യൂഷൻ ഓഫ് 2 ന്യൂക്ലിയർ. മൂന്നാമതാണ് മിയോസിസ്. അതായത് കാരിയോഗമി കഴിഞ്ഞതിന് ശേഷം സൈഗോട്ട് ഫോം ചെയ്തതിനു ശേഷം ഈ സൈഗോട്ടിൽ അതിന് ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്യുന്നു. അതിനെയാണ് മിയോസിസ് അല്ലെങ്കിൽ റിഡക്ഷൻ ഡിവിഷൻ. ഫംഗസിന്റെ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത് ഈ 3 സ്റ്റെപ്പിലൂടെയും കടന്നു പോയിട്ടാണ്. അത് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈ ഫംഗസിന്റെ ബോഡി എന്ന് പറയുന്നത് നമുക്കറിയാം മൈസീലിയം അല്ലെങ്കിൽ ഹൈഫൈ ആണ്. ഈ ഹൈഫൈ അല്ലെങ്കിൽ ഹൈഫൈയിലെ സെല്ലുകൾ തമ്മിൽ
കൂടിച്ചേരുന്ന സെല്ലുകൾ തമ്മിൽ കൂടിച്ചേരുമ്പോൾ ആദ്യം അതിൻ്റെ സൈറ്റോപ്ലാസം മാത്രം ഫ്യൂസ് ചെയ്യുന്നതാണ് നമ്മൾ പറയുന്നത് പ്ലാസ്മോഗമി. അതിനുശേഷം ആ രണ്ട് ന്യൂക്ലിയസ് തമ്മിൽ ഫ്യൂസ് ചെയ്യുന്നതിനെ പറയുന്നതാണ് കാരിയോഗമി. കാരിയോഗമി നടന്നതിന് ശേഷം സൈഗോട്ട് ഉണ്ടാകുന്നു. ഈ സൈഗോട്ടിന്റെ ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്യുന്നു. അതിനാണ് നമ്മൾ പറയുന്നത് മിയോസിസ്. മിയോസിന് ശേഷം പുതിയ സ്പോർസ് ഉണ്ടാകുന്നു. ഈ സ്പോർസ് ജെർമിനേറ്റ് ചെയ്ത് പുതിയ മൈസീലിയം അല്ലെങ്കിൽ പുതിയ ഹൈഫേ ഉണ്ടാകും. ഇതാണ് ഫംഗസിന്റെ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇവിടെ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്ലാസ്മോഗമിയാണ്. എന്താണ് പ്ലാസ്മോഗമി? ഇറ്റ് ഇൻവോൾവ്സ് ദ ഫ്യൂഷൻ ബിറ്റ്വീൻ ടു മോട്ടൈൽ ഓർ നോൺ മോട്ടൈൽ ഗ്യാമേറ്റ്സ്. ഫംഗസിന്റെ രണ്ട് ഗ്യാമേറ്റ്സിന്റെ സൈറ്റോപ്ലാസം തമ്മിൽ ഫ്യൂസ് ചെയ്യുന്നതാണ് പ്ലാസ്മോഗമി. ഇറ്റ് ഇൻവോൾവ്സ് ദ ഫ്യൂഷൻ ഓഫ് പ്രോട്ടോപ്ലാസം ബിറ്റ്വീൻ ടു മോട്ടൈൽ ഓർ നോൺ മോട്ടൈൽ ഗ്യാമേറ്റ്സ്. ഇവിടെ നമുക്ക് കാണാം, ഇവിടെ രണ്ട് ഗ്യാമേറ്റ്സ്, ഒന്ന് പ്ലസ് എന്നും ഒന്നിനെ മൈനസ് എന്നും നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. ഒന്നിനെ പ്ലസ് എന്നും ഒന്നിനെ മൈനസ് എന്നും ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. ഈ രണ്ട് ഗ്യാമേറ്റ് തമ്മിൽ ഫ്യൂസ് ചെയ്യുന്നു. ഗ്യാമേറ്റ് ഫ്യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ സൈറ്റോപ്ലാസമാണ് ആദ്യം ഫ്യൂസ് ചെയ്യുന്നത്. ഈ സൈറ്റോപ്ലാസം ഫ്യൂസ് ചെയ്യുന്ന നമ്മൾ പറയുന്നത് പ്ലാസ്മോഗമി എന്ന് പറയുന്നത്. അതിൻ്റെ ന്യൂക്ലിയസ് എന്ത് ചെയ്യുന്നില്ല? ഫ്യൂസ് ചെയ്യുന്നില്ല. ഇപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പിൽ ഈ രണ്ട് ഗ്യാമേറ്റ്സ് ഫ്യൂസ് ചെയ്യുന്നു. ഗ്യാമേറ്റ് ഫ്യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ സൈറ്റോപ്ലാസം മാത്രമാണ് ഫ്യൂസ് ചെയ്യുന്നത്. ന്യൂക്ലിയസ് എന്ത് ചെയ്യുന്നില്ല? ഫ്യൂസ് ചെയ്യുന്നില്ല. ഈ ന്യൂക്ലിയസ് ഫ്യൂസ് ചെയ്യാതെ സൈറ്റോപ്ലാസം മാത്രം ഫ്യൂസ് ചെയ്യുന്നതിനെ പറയുന്നതാണ് പ്ലാസ്മോഗമി. ആൻഡ് സംടൈംസ് ദ ടു ഹാപ്ലോയിഡ് ഹൈഫേ കം ടുഗദർ ആൻഡ് ഫ്യൂസ്. ഇനി എല്ലായ്പ്പോഴും ഗ്യാമേറ്റ്സ് തന്നെ ആവണം എന്നല്ല ഫ്യൂസ് ചെയ്യുന്നത്, പകരം രണ്ട് ഹൈഫേകൾ തമ്മിൽ കൂടിച്ചേരാം. അപ്പോൾ എന്തൊക്കെയാണ് പ്ലാസ്മോഗമി? മീൻസ് ദ ഫ്യൂഷൻ ഓഫ് പ്രോട്ടോപ്ലാസം ബിറ്റ്വീൻ ടു ഗ്യാമേറ്റ്സ് ഓർ ടു സെൽസ്. ഇപ്പോൾ രണ്ട് സെൽസിന്റെ അല്ലെങ്കിൽ രണ്ട് ഗ്യാമേറ്റ്സിന്റെ സൈറ്റോപ്ലാസം മാത്രം ഫ്യൂസ് ചെയ്യുന്നതാണ് പ്ലാസ്മോഗമി. ചിലപ്പോൾ രണ്ട് ഗ്യാമേറ്റ്സ് ആവാം, പ്ലസ് ആൻഡ് മൈനസിന്റെ ഗ്യാമേറ്റ്സ് ആവാം, അതല്ലെങ്കിൽ രണ്ട് ഹൈഫേകളാവാം. നമ്മൾ രണ്ട് ഹൈഫേകൾ തമ്മിൽ ഫ്യൂസ് ചെയ്യുന്നു. ഫ്യൂസ് ചെയ്യുമ്പോൾ എന്താണ്? ഇവിടെ ന്യൂക്ലിയസ് ഫ്യൂസ് ചെയ്യുന്നില്ല, പകരം എന്ത് മാത്രമേ ഫ്യൂസ് ചെയ്യുന്നുള്ളൂ? അതിന്റെ സൈറ്റോപ്ലാസം മാത്രമാണ് ഫ്യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ സ്റ്റെപ്പിനാണ് എന്ന് പറയുന്നത് പ്ലാസ്മോഗമി എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്ലാസ്മോഗമിയാണ് ആദ്യം നടക്കുന്നത്. ഫംഗസിന്റെ സെക്ഷുവൽ റീപ്രൊഡക്ഷന്റെ ഒന്നാമത്തെ ഈവന്റ് അല്ലെങ്കിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്ലാസ്മോഗമിയാണ്. ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് കടന്ന അടുത്ത സ്റ്റെപ്പിൽ എന്ത് സംഭവിക്കുന്നത്? കാരിയോഗമി. എന്താണ് കാരിയോഗമി? ഇറ്റ് ഇൻവോൾവ്സ് ഫ്യൂഷൻ ഓഫ് ടു ന്യൂക്ലിയേ. നേരത്തെ നമ്മൾ പറഞ്ഞു രണ്ട് സൈറ്റോപ്ലാസം ഫ്യൂസ് ചെയ്തു, ന്യൂക്ലിയസ് ഫ്യൂസ് ചെയ്തിട്ടില്ല. ഇനി അടുത്ത സ്റ്റെപ്പിൽ ഈ രണ്ട് ന്യൂക്ലിയസ് തമ്മിൽ ഫ്യൂസ് ചെയ്യുന്നു. ഈ രണ്ട് ന്യൂക്ലിയസ് തമ്മിൽ ഫ്യൂസ് ചെയ്യുന്നതിനാണ് നമ്മൾ പറയുന്നത് കാരിയോഗമി. In some fungi, the two haploid cells immediately fuse and form a diploid cell. ഈ ഗ്യാമീറ്റ്സ് അല്ലെങ്കിൽ ഫ്യൂസ് ചെയ്യുന്ന ഹൈഫേ എല്ലായ്പ്പോഴും ഹാപ്ലോയിഡ് ആയിരിക്കും. എന്താണ് ഹാപ്ലോയിഡ്? ഹാപ്ലോയിഡ് നമുക്കറിയാം n നമ്പർ ഓഫ് ക്രോമോസോം ഉള്ളതാണ്. n ക്രോമോസോം അല്ലെങ്കിൽ ഒരു സെറ്റ് ക്രോമോസോം ഉള്ളതിനെ നമ്മൾ ഹാപ്ലോയിഡ് എന്ന് പറയും. അപ്പോൾ ഈ ഫ്യൂസ് ചെയ്യുന്ന ഗ്യാമീറ്റ്സോ അല്ലെങ്കിൽ ഹൈഫയോ എപ്പോഴും എന്തായിരിക്കും? ഹാപ്ലോയിഡ് ആയിരിക്കും. ഈ രണ്ട് ഹാപ്ലോയിഡ് ഗ്യാമീറ്റ്സ് ഫ്യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാകുന്നത് ഒരു ഡിപ്ലോയിഡ് സെൽ ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ രണ്ട് ഹാപ്ലോയിഡ് ഹൈഫേ ഫ്യൂസ് ചെയ്തിട്ടാണ് ഒരു ഡിപ്ലോയിഡ് ഹൈഫേ ഉണ്ടാവുന്നത്. അപ്പോൾ ചില ഫംഗസിൽ, എസ്പെഷ്യലി ലോവർ ഫംഗസിൽ എന്ത് ചെയ്യുന്നു? ദ ടു ഹാപ്ലോയിഡ് സെൽസ് ഇമ്മീഡിയറ്റ്ലി ഫ്യൂസ് ആൻഡ് ഫോം എ ഡിപ്ലോയിഡ് സെൽ. അപ്പോൾ ലോവർ ഫംഗസിലൊക്കെ ഈ രണ്ട് ഹാപ്ലോയിഡ് സെൽസ് അല്ലെങ്കിൽ ഹാപ്ലോയിഡ് ഗ്യാമേറ്റ്സ് ഫ്യൂസ് ചെയ്ത് ഒരു ഡിപ്ലോയിഡ് സെൽ ഉണ്ടാവും. അതായത് അവിടെ പ്ലാസ്മോഗമിയും അതിന് തൊട്ട് പിന്നാലെ തന്നെ കാരിയോഗമിയും നടക്കും നടത്തും. ആദ്യം പ്ലാസ്മോഗമി നടക്കും, തൊട്ട് പിന്നാലെ തന്നെ കാരിയോഗമിയും നടക്കും. അതുകൊണ്ട് അവിടെ n നമ്പറുള്ള രണ്ട് ഗ്യാമേറ്റ്സ് അല്ലെങ്കിൽ രണ്ട് സെൽസ് അല്ലെങ്കിൽ രണ്ട് ഹൈഫേ കൂടി ചേർന്ന് 2n അല്ലെങ്കിൽ ഡിപ്ലോയിഡ് നമ്പറുള്ള ഒരു സെല്ല് ഫോം ചെയ്യുന്നു. അപ്പോൾ അവിടെ പ്ലാസ്മോഗമിയും കാരിയോഗമിയും ഉടനെ തന്നെ നടക്കുന്നു. അപ്പോൾ അങ്ങനെയാണ് ലോവർ ഫംഗസിൽ നടക്കുന്നത്. എന്നാൽ ഹയർ ഫംഗസിലേക്ക് എത്തുമ്പോൾ in some fungi, example Ascomyces and Basidiomyces, an intervening dikaryotic stage is occurred. ഇപ്പോൾ ലോവർ ഫംഗസിലാണ് എന്ത് ചെയ്യുന്നത്? പ്ലാസ്മോഗമിയും അതുപോലെ കാരിയോഗമിയും ഉടനെ തന്നെ നടക്കുന്നത്. എന്നാൽ ഹയർ ഫംഗസിലേക്ക് എത്തുമ്പോൾ ആദ്യം പ്ലാസ്മോഗമി നടക്കുന്നു, പിന്നീട് എപ്പോഴെങ്കിലും ആയിരിക്കും നിൽക്കുന്നത് കാരിയോഗമി നടക്കുന്നു. അപ്പോൾ ആദ്യം പ്ലാസ്മോഗമി നടന്ന് പ്ലാസ്മോഗമി നടന്ന സൈറ്റോപ്ലാസം മാത്രം ഫ്യൂസ് ചെയ്യുന്നു. കാരിയോഗമി പിന്നെ എപ്പോഴെങ്കിലും ആയിരിക്കും നടക്കുക, ചിലപ്പോൾ ദിവസങ്ങളോ മാസങ്ങളോ വർഷങ്ങളോ ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും പിന്നീട് കാരിയോഗമി നടക്കുന്നത്, അതായത് ന്യൂക്ലിയസിന്റെ ഫ്യൂഷൻ നടക്കുന്നത്. അപ്പോൾ ആ ന്യൂക്ലിയസിന്റെ ഫ്യൂഷൻ നടക്കാത്തത്തോളം കാലം എന്താ ഉണ്ടാവുക? ഒരു സെല്ലിൽ രണ്ട് ന്യൂക്ലിയസ് ഉണ്ടാവും. ഈ രണ്ട് ന്യൂക്ലിയസും ഹാപ്ലോയിഡ് സെല്ലാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കണ്ടീഷനാണെന്ന് പറയുന്നത് ഡൈകാരിയോൺ
എന്ന് പറയാ ഡൈ കാരിയോൺ. അപ്പൊ ഈ ഒരു സ്റ്റേജിന് പറയുന്നതാണ് ഡൈ കാരിയോ ഫേസ്. എന്താണ് ഡൈ കാരിയോൺ? നമ്മൾ നേരത്തെ പറഞ്ഞു, രണ്ട് ഹാപ്ലോയിഡ് കൂടി ചേർന്നാൽ ഒരു ഡിപ്ലോയിഡ് ഉണ്ടാവും. രണ്ട് ഹാപ്ലോയിഡ് കൂടി ചേർന്നാൽ ഒരു ഡിപ്ലോയിഡ് ഉണ്ടാവും എന്ന് പറഞ്ഞു. ഇതാണ് ലോവർ ഫംഗസിൽ നടക്കുന്നത്. എന്നാൽ ഹയർ ഫംഗസിലേക്ക് എത്തുമ്പോൾ ഈ രണ്ട് ഹാപ്ലോയിഡ് ന്യൂക്ലിയസും സെല്ലിൽ അതുപോലെ തന്നെ നിൽക്കുന്നു. ന്യൂക്ലിയസ് യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ അവിടെ N+N എന്നുള്ള ഒരു കണ്ടീഷനിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഇതിനെയാണ് പറയുന്നത് ഡൈ കാരിയോ ഫേസ്. അപ്പോൾ ഇത് ഇങ്ങനെ ഈ പ്ലാസ്മോഗമി നടന്നതിന് ശേഷം കാരിയോഗമി നടന്നു കഴിഞ്ഞാൽ അത് ഡിപ്ലോയിഡ് കണ്ടീഷനിലാവും. എന്നാൽ പ്ലാസ്മോഗമി നടന്നു, കാരിയോഗമി നടന്നില്ല എങ്കിൽ, അതായത് ന്യൂക്ലിയസ് ഫ്യൂസ് ചെയ്തില്ല എന്നെങ്കിൽ ആ സെല്ലിൽ രണ്ട് ഹാപ്ലോയിഡ് ന്യൂക്ലിയസ് നിലനിൽക്കും. അപ്പോൾ ആ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്, ഈ ഒരു സെല്ലിൽ രണ്ട് ന്യൂക്ലിയസ് കാണാം. ആ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഡൈ കാരിയോൺ. ഈ ഒരു സെല്ലിൽ തന്നെ രണ്ട് ഹാപ്ലോയിഡ് ന്യൂക്ലിയസും നിലനിൽക്കുന്നതിനെയാണ് ഡൈ കാരിയോൺ എന്ന് പറയുന്നത്. പിന്നീട് എന്ത് ചെയ്യും? ഈ രണ്ട് ന്യൂക്ലിയസും ഫ്യൂസ് ചെയ്യും. അതൊരു സിംഗിൾ അല്ലെങ്കിൽ ഡിപ്ലോയിഡ് ന്യൂക്ലിയസ് ആയി മാറും. Later, the parent nucleus fuse to form and the cell become diploid. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഈ പ്ലാസ്മോഗമി നടന്നതിന് ശേഷം കുറേ കാലം കഴിഞ്ഞതിന് ശേഷമായിരിക്കും നടക്കുന്നത് കാരിയോഗമി നടക്കുന്നത്. അപ്പോൾ പ്ലാസ്മോഗമി നടന്ന് കാരിയോഗമി നടക്കുന്നത് വരെയുള്ള ഒരു കണ്ടീഷനാണ് ഡൈ കാരിയോൺ. ആ ഒരു സ്റ്റേജിനെയാണ് ഡൈ കാരിയോ ഫേസ്. അപ്പോൾ ഈ ഒന്നാമത്തെ സ്റ്റെപ്പിൽ എന്ത് ചെയ്യുന്നു? സൈറ്റോപ്ലാസം മാത്രം ഫ്യൂസ് ചെയ്യുന്നു. സൈറ്റോപ്ലാസം ഫ്യൂസ് ചെയ്ത് ഒരു സെല്ലിനകത്ത് രണ്ട് ഹാപ്ലോയിഡ് ന്യൂക്ലിയസ് നിലനിൽക്കുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് ഡൈ കാരിയോൺ അല്ലെങ്കിൽ N+N എന്നുള്ള കണ്ടീഷൻ. 2N ആവുന്നില്ല, പകരം N+N എന്നുള്ള കണ്ടീഷൻ. ലേറ്റർ ദിസ് ന്യൂക്ലിയസ് ഫ്യൂസ്. കുറെ കാലത്തിന് ശേഷം എന്ത് ചെയ്യുന്നു? ഈ രണ്ട് ന്യൂക്ലിയസും ഫ്യൂസ് ചെയ്ത് ഒരു ഡിപ്ലോയിഡ് ന്യൂക്ലിയസ് ആയി മാറും. ഇതാണ് രണ്ടാമത്തെ സ്റ്റേജിൽ നടക്കുന്നത്. അപ്പോൾ ഒന്നാമത് പ്ലാസ്മോഗമി, രണ്ടാമത് കാരിയോഗമി. ഈ ഒരു ഫംഗസിന്റെ ലൈഫ് സ്റ്റൈലിലേക്ക് വരികയാണെങ്കിൽ നമുക്കറിയാം, ആദ്യം രണ്ട് ഹാപ്ലോയിഡ് മൈസീലിയം 1, ഹാപ്ലോയിഡ് മൈസീലിയം 2, അതിൻ്റെ എന്താണ് പ്ലാസ്മോഗമി നടക്കുന്നു. പ്ലാസ്മോഗമി നടന്ന് ഒരു ഡൈ കാരിയോൺ എന്നുള്ള സ്റ്റേജിലേക്ക് എത്തുന്നു. എന്നിട്ട് അതിന് ആ ഡൈ കാരിയോൺ സ്റ്റേജിലാണ് അതിൻ്റെ ഗ്രോത്ത് നടക്കുന്നത്. ഡൈ കാരിയോട്ടിക് മൈസീലിയം അഥവാ N+N. പിന്നീട് N+N എന്നുള്ള ഡൈകാരിയോട്ടിക് മൈസീലിയത്തിൽ നിന്നും ഒരു ഫ്രൂട്ടിംഗ് ബോഡി ഡെവലപ്പ് ചെയ്യുന്നു. ഈ ഫ്രൂട്ടിംഗ് ബോഡിയിൽ വെച്ചിട്ടാണ് കാരിയോഗമി നടക്കുന്നത്, അതായത് ന്യൂക്ലിയസിന്റെ ഫ്യൂഷൻ നടക്കുന്നത്. കാരിയോഗമി നടന്നതിന് ശേഷമാണ് എന്താകുന്നത്? 2N എന്നുള്ള കണ്ടീഷനിലേക്ക് വരുന്നത്. കാരിയോഗമി നടക്കുന്നതിന് മുൻപ് എന്താണ്? N+ എന്നുള്ള കണ്ടീഷനിലാണ്. കാരിയോഗമി നടന്നു കഴിഞ്ഞാൽ ഇതെന്താവും? ഒരു ഡിപ്ലോയിഡ് സൈഗോട്ട് ന്യൂക്ലിയസ് ആവും. അതിനുശേഷമാണ് മൂന്നാമത്തെ സ്റ്റേജ് മിയോസിസ് നടക്കുന്നത്. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ സ്റ്റേജിലേക്ക് പോവാം. എന്താണ് മൂന്നാമത്തെ സ്റ്റേജ്? മിയോസിസ് ഇൻ ദി സൈഗോട്ട്. ദ ഫംഗൈ ഫോം ഫ്രൂട്ടിംഗ് ബോഡീസ് ഇൻ വിച്ച് ദ റിഡക്ഷൻ ഡിവിഷൻ ഓക്കേഴ്സ് ആൻഡ് ഫോമിംഗ് ഹാപ്ലോയിഡ് സ്പോർസ്. ഈ ഫംഗസിന്റെ ഹാപ്ലോയിഡ് സെൽസ് കൂടിച്ചേർന്ന് ഡിപ്ലോയിഡ് ന്യൂക്ലിയസ് അല്ലെങ്കിൽ സൈഗോട്ട് ഉണ്ടാകുന്നു. ആ സൈഗോട്ടിന്റെ ന്യൂക്ലിയസ് ഡിപ്ലോയിഡ് ആണ്. ആ ഡിപ്ലോയിഡ് സൈഗോട്ട് അല്ലെങ്കിൽ ഡിപ്ലോയിഡ് ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്യുന്നു, 4 ആയി ഡിവൈഡ് ചെയ്യുന്നു. അതിനാണെന്ന് പറയുന്നത് മിയോസിസ്. മിയോസിസ് ഇൻ ദി സൈഗോട്ട് അല്ലെങ്കിൽ റിഡക്ഷൻ ഡിവിഷൻ എന്ന് പറയും. അതാണ് മൂന്നാമത്തെ സ്റ്റേജിൽ ഈ സൈഗോട്ട് ഡിവൈഡ് ചെയ്ത് സ്പോർസ് ഫോം ചെയ്യുന്നു. സോ ദ ഫംഗൈ ഫോം ഫ്രൂട്ടിംഗ് ബോഡീസ് ഇൻ വിച്ച് ദ റിഡക്ഷൻ ഡിവിഷൻ occurs ആൻഡ് ഫോമിംഗ് ഹാപ്ലോയിഡ് സ്പോർസ്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം, ഇതാണ് രണ്ട് ഹൈഫേ കൂടിച്ചേരുന്നത്, പ്ലസ് ആൻഡ് മൈനസ് ടൈപ്പ് ഹൈഫേ. അതിൽ പ്ലാസ്മോഗമി നടക്കുന്നു. പ്ലാസ്മോഗമി നടന്ന് ശേഷം ഈ പ്ലാസ്മോഗമി അതായത് ഡൈകാരിയോൺ എന്നുള്ള സ്റ്റേജിലാണ് ഇപ്പോൾ ഉള്ളത്. 2 ന്യൂക്ലിയസ് കാണാം. ഈ 2 ന്യൂക്ലിയസുള്ള ഡൈകാരിയോൺ അതിൽ നിന്നും ഫ്രൂട്ടിംഗ് ബോഡി ഡെവലപ്പ് ചെയ്യുന്നു. ഈ ഫ്രൂട്ടിംഗ് ബോഡിയിലാണ് നടക്കുന്നത് കാരിയോഗമി നടക്കുന്നത്. ഫ്രൂട്ടിംഗ് ബോഡിയിലാണ് കാരിയോഗമി നടക്കുന്നത്. കാരിയോഗമി നടന്നതിന് ശേഷം അത് സൈഗോട്ട് ഫോം ചെയ്യുന്നു. സൈഗോട്ട് ഫോം ചെയ്തതിനു ശേഷം അതിൽ മിയോസിസ് നടക്കുന്നു. അതിൽ ഹാപ്ലോയിഡ് സ്പോർസ് ഉണ്ടാകുന്നു. ഈ സ്പോർസ് എന്ത് ചെയ്യുന്നു? പിന്നീട് ജെർമിനേറ്റ് ചെയ്ത് പുതിയ ഹൈഫേ ഉണ്ടാകുന്നു. അതാണ് ഫംഗസിന്റെ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടെ പറയാം, എന്താണ്? ആദ്യം എന്ത് ചെയ്യുന്നു? ഫംഗസിന്റെ 2 ഗ്യാമേറ്റ് ഫ്യൂസ് ചെയ്യുന്നു. 2 ഗ്യാമേറ്റ് ഫ്യൂസ് ചെയ്ത് അതിലൊരു
2n അല്ലെങ്കിൽ n+n. അപ്പോൾ ഈ ഒന്നാമത്തെ ഗ്യാമേറ്റ് n ആണ്, രണ്ടാമത്തെ ഗ്യാമേറ്റും n ആണ്. ചിലപ്പോൾ ഇത് രണ്ട് ഹൈഫേകളാവും തമ്മിൽ കൂട്ടിച്ചേർന്നത്. ചിലപ്പോൾ രണ്ട് ഗ്യാമേറ്റ്സ് ആവാം, അല്ലെങ്കിൽ രണ്ട് ഹൈഫേ ആവാം. അപ്പോൾ ഏതായാലും രണ്ട് ഗ്യാമേറ്റ്സ് അല്ലെങ്കിൽ രണ്ട് ഹൈഫേ തമ്മിൽ കൂട്ടിച്ചേർന്നു. ഈ രണ്ട് ഗ്യാമേറ്റ്സ് ആണെങ്കിലും അതല്ലെങ്കിൽ ഹൈഫേ ആണെങ്കിലും എന്തായിരിക്കും? n+n ആയിരിക്കും. ഇത് തമ്മിൽ കൂടിച്ചേർന്ന് പ്ലാസ്മോഗമി നടക്കുന്നു. പ്ലാസ്മോഗമി നടന്നതിന് ശേഷം സൈറ്റോപ്ലാസം മാത്രം ഫീസ് ചെയ്യുന്നുള്ളൂ. രണ്ട് ന്യൂക്ലിയസ് ആയി നിൽക്കുന്നു. ഈ കണ്ടീഷനാണെന്ത്? n+n അല്ലെങ്കിൽ ഡൈകാരിയോൺ ഫേസ്. അപ്പോൾ രണ്ട് ഗ്യാമേറ്റ് ഫ്യൂസ് ചെയ്യുന്നു, അതല്ലെങ്കിൽ രണ്ട് ഹൈഫേ ഫ്യൂസ് ചെയ്ത് ഒരു n+n എന്നുള്ള ഡൈകാരിയോൺ സ്റ്റേജ്. ഈ ഡൈകാരിയോൺ സ്റ്റേജിൽ പിന്നീട് ഗ്രോത്ത് നടക്കുന്നു. പുതിയ ഹൈഫേ ഒക്കെ ഉണ്ടാകുന്നു, ബ്രാഞ്ച് ഹൈഫേ. ഈ ഹൈഫേ എന്നും ഫ്രൂട്ടിംഗ് ബോഡി ഡെവലപ്പ് ചെയ്യുന്നു. ഹൈഫേ എന്നും ഫ്രൂട്ടിംഗ് ബോഡി ഡെവലപ്പ് ചെയ്യുന്നു. ഈ ഫ്രൂട്ടിംഗ് ബോഡി വെച്ചിട്ടാണ് കാരിയോഗമി നടക്കുന്നത്. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് നടക്കുന്നത് കാരിയോഗമി. അതായത് n+n എന്നുള്ള എന്തായിരുന്നു? 2n എന്ന കണ്ടീഷനിലേക്ക് മാറുന്നു. ഈ ഫ്രൂട്ടിംഗ് ബോഡിയിൽ വെച്ച് മിയോസിസ് നടക്കുന്നു. അത് ഹാപ്ലോയിഡ് സ്പോർസായി മാറുന്നു. ഹാപ്ലോയിഡ് സ്പോർസായി മാറുന്നു. ഈ ഹാപ്ലോയിഡ് സ്പോർസ് വീണ്ടും ജെർമിനേറ്റ് ചെയ്ത് മണ്ണിൽ വീഴുന്നു. ഹാപ്ലോയിഡ് സ്പോർസ് ജെർമിനേറ്റ് ചെയ്ത് പുതിയ ഹൈഫേ ഡെവലപ്പ് ചെയ്യുന്നു. ഇതാണ് ഫംഗസിന്റെ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. നോക്കാം നമുക്ക്. ഇത് കാണുന്നതാണത് രണ്ട് സ്പോർസ്. ഈ രണ്ട് സ്പോർസ് ആണ് ഫംഗസിന്റെ അതിൻ്റെ റീപ്രൊഡക്റ്റീവ് സെൽ എന്ന് പറയുന്നത് സ്പോർസ് ആണ്. ഈ സ്പോർസ് അനുകൂല സാഹചര്യം കിട്ടുന്ന സ്ഥലത്ത്, അതായത് മണ്ണിൽ ഈർപ്പൊക്കെയുള്ള സ്ഥലത്ത് ഈ സ്പോർസ് വീണ് കഴിഞ്ഞാൽ ഈ സ്പോർസ് എന്ത് ചെയ്യുന്നു? ജെർമിനേറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. ഈ സ്പോർസിൽ നിന്നും ഹൈഫേ ജെർമിനേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഫംഗസിന്റെ ഹൈഫേ. ഇതാണ് ഈ സ്പോർസിൽ നിന്നും ഫംഗസിന്റെ ഹൈഫേ ജെർമിനേറ്റ് ചെയ്ത് വരും. ഈ ഫംഗസിന്റെ ഹൈഫേ ഇങ്ങനെ പലതരത്തിൽ പല ടൈപ്പിൽ ബ്രാഞ്ചായിട്ടൊക്കെ എന്ത് ചെയ്യുന്നു? ഇതിന്റെ ഹൈഫയുടെ ഗ്രോത്ത് നടക്കുന്നു. പിന്നീട് ഇതിന്റെ ഗ്രോത്ത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഈ ഹൈഫേ തമ്മിൽ ഫ്യൂസ് ചെയ്യുന്നു. ഇപ്പോൾ രണ്ട് ഹൈഫേ തമ്മിൽ ഫ്യൂസ് ചെയ്യുന്നു. ഫ്യൂസ് ചെയ്യുമ്പോൾ പ്ലാസ്മോഗമി മാത്രമാണ് നടക്കുന്നത്, കാരിയോഗമി നടക്കുന്നില്ല. അപ്പോൾ കാരിയോഗമി നടക്കാതെ ഹൈഫേ മാത്രം ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഡൈകാരിയോൺ ഫോർമേഷൻ ആവും. ഡൈകാരിയോൺ, അതായത് ഒരു സെല്ലിൽ രണ്ട് ഹാപ്ലോയിഡ് ന്യൂക്ലിയസ് ഉള്ള കണ്ടീഷൻ. എന്നിട്ട് ഈ ഹൈഫയുടെ ഗ്രോത്ത് നടക്കുന്നു. ഈ ഹൈഫേ ഗ്രോത്ത് നടന്ന് എന്ത് ചെയ്യുന്നു? ഒരുപാട് ഹൈഫേ വന്നായാലോ, ഒരുപാട് ഹൈഫേ ഫോം ചെയ്താൽ എന്തുണ്ടാവുക? നമുക്ക് ഇറങ്ങി കാണുന്നതാണ് മൈസീലിയം. ഒരുപാട് ഹൈഫേ ഇങ്ങനെ അതിന്റെ നെറ്റ്വർക്ക് ഓഫ് ഹൈഫേ നമ്മൾ പറയുന്നത് മൈസീലിയം ഫോം ചെയ്യുന്നു. അപ്പോൾ ഈ ഡൈകാരിയോൺ എന്നുള്ള ഹൈഫേ ഗ്രോത്ത് നടത്തി അതിന് പല ബ്രാഞ്ചുകൾ ഉണ്ടായി, അതൊരു നെറ്റ്വർക്കിലേക്ക് സ്ട്രക്ചറായി അതിനെ മൈസീലിയം എന്ന് പറയുന്നു. ഈ മൈസീലിയത്തിൽ നിന്നും അതിന്റെ ഫ്രൂട്ടിംഗ് ബോഡി ഡെവലപ്പ് ചെയ്യുന്നു. ഈ മൈസീലിയൊക്കെ എന്താണ്? ഹെട്രോ ഡൈകാരിയോൺ സ്റ്റേജിലാണ്. ഈ ഫ്രൂട്ടിംഗ് ബോഡിയിൽ ഉണ്ടാകുന്ന സ്ട്രക്ചറാണ് ബെസീഡിയ എന്ന് പറയുന്ന സ്ട്രക്ചർ. ഈ ബെസീഡിയ എന്നുള്ള സ്ട്രക്ചറിനകത്താണ് ഈ ന്യൂക്ലിയസ് തമ്മിൽ ഫ്യൂസ് ചെയ്ത് 2n എന്നുള്ള കണ്ടീഷനിലേക്ക് മാറുന്നത്. ഈ ബെസീഡിയ എന്ന് പറയുന്ന സ്ട്രക്ചറിനകത്താണ് ഈ രണ്ട് ന്യൂക്ലിയസും ഫ്യൂസ് ചെയ്യുന്നത്, കാരിയോഗമി നടക്കുന്നത്. കാരിയോഗമി നടന്നു കഴിഞ്ഞാൽ അത് അതിനകത്ത് നിന്നുണ്ടാവും, ബെസീഡിയനകത്ത് സൈഗോട്ട് ഉണ്ടാവും. ഈ സൈഗോട്ടിന്റെ ന്യൂക്ലിയസ് മിയോസിസ് നടന്ന് 4 സെല്ലായി അല്ലെങ്കിൽ 4 ന്യൂക്ലിയസ് ആയി മാറും. ഈ ബെസീഡിയ എന്നുള്ള ഈ സ്ട്രക്ചറിനകത്ത് ഇതിന്റെ ബെസീഡിയ എന്നുള്ള സ്ട്രക്ചറിനകത്ത് ഫ്യൂഷൻ നടക്കുന്നു, മിയോസിസ് നടക്കുന്നു. 4 ന്യൂക്ലിയസ് ഈ ബെസീഡിയത്തിന്റെ അറ്റത്തുള്ള ഈ വീർത്ത അല്ലെങ്കിൽ ഈ എക്സ്പാൻഡ് ആയിട്ടുള്ള ഭാഗത്തേക്ക് വരുന്നു. ഈ എക്സ്പാൻഡ് ആയ ഭാഗത്ത് വെച്ചിട്ട് ഈ എക്സ്പാൻഡ് ആയ ഭാഗം സ്പോറായി മാറുന്നു. ഈ എക്സ്പാൻഡ് ആയ ഭാഗം സ്പോറായി മാറിയതിനു ശേഷം ഈ ഫ്രൂട്ടിംഗ് ബോഡിയിൽ നിന്നും ഈ സ്പോർസ് വിൻഡിന്റെ സഹായത്തോടെ ഡിസ്പേഴ്സ് ചെയ്യുന്നു അല്ലെങ്കിൽ റിലീസ് ചെയ്യുന്നു. ഈ റിലീസ് ചെയ്യുന്ന സ്പോർസ് വ്യത്യസ്ത ഭാഗങ്ങളിലെത്തി അനുകൂലമായ സാഹചര്യത്തിൽ വരുമ്പോൾ ഈ കാണുന്നതാണിത് വിൻഡിലൂടെ ഈ സ്പോർസ് ഫ്രൂട്ടിംഗ് ബോഡിയിൽ നിന്നും സ്പോർസ് റിലീസ് ചെയ്യുന്നതാണ്. അതായത് ഈ സ്പോർസ് വിദൂര ഭാഗത്തേക്കൊക്കെ എന്ത് ചെയ്യുന്നു? പറന്നു പോകും. ഈ കാണുന്നതാണ് ഫ്രൂട്ടിംഗ് ബോഡി. നമ്മൾ സാധാരണ കാണുന്ന മഷ്റൂമിന്റെ ഫ്രൂട്ടിംഗ് ബോഡിയാണത്. ഈ ഫ്രൂട്ടിംഗ് ബോഡിയിലാണ് നമ്മൾ പറഞ്ഞ സ്പോർസ് ഉണ്ടാവുന്നത്. ഈ ഫ്രൂട്ടിംഗ് ബോഡിയിൽ നിന്നും വിൻഡിന്റെ സഹായത്തോടുകൂടിയാണ് എന്ത് ചെയ്യുന്നത്? ഇതിലാണ് ഈ സ്പോർസ് ഉണ്ടാകുന്ന സ്ട്രക്ചറാണ് ഈ കാണുന്നത്. അതിൽ
ഈ സ്പോർസ് ഉണ്ടായി കഴിഞ്ഞ ശേഷം ഈ വിൻഡിന്റെ സഹായത്തോടു കൂടി സ്പോർസ് ഡിസ്പേഴ്സ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇതൊരു സ്ഥലത്തേക്ക് സ്പോർസ് വിതരണം ചെയ്യപ്പെടുന്നു. ഈ സ്പോർസ് എവിടെയാണ് വീഴുന്നത്, ആ വീഴുന്ന ഭാഗത്ത് അതിന് അനുകൂല സാഹചര്യമാണെങ്കിൽ ഈ സ്പോർസ് എന്ത് ചെയ്യുന്നു, വീണ്ടും ജെർമിനേറ്റ് ചെയ്ത് പുതിയ ഫംഗസ് ഡെവലപ്പ് ചെയ്യുന്നു. ഈ സ്പോർസ് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല, അത്രയും ചെറിയ സ്പോർസ് ആണ് ഈ ഫംഗസ് ഉണ്ടാവുന്നത്. നമ്മളെ ചുറ്റും അന്തരീക്ഷത്തിലൊക്കെ ഉണ്ടാവും ഇഷ്ടം പോലെ ഫംഗസിന്റെ സ്പോർസ് ഇതുപോലെ പറന്നു നടക്കുന്നുണ്ടാവും. അന്തരീക്ഷത്തിൽ ഏകദേശം 100-150 കിലോമീറ്റർ ഉയരത്തിൽ വരെ ഈ ഫംഗസിന്റെ സ്പോറിനെ കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അത്രയും വിദൂര ഭാഗങ്ങളിലേക്ക് ഈ ഫംഗസിന്റെ സ്പോറ് റിലീസ് ചെയ്യുന്നു. ആ എവിടെയാണ് സ്പോർ വീഴുന്നത് അവിടെ അതിന് വളരാൻ പറ്റിയ ഈർപ്പവും അറ്റ്മോസ്ഫിയറൊക്കെ ആണെങ്കിൽ, ടെമ്പറേച്ചറൊക്കെ ആണെങ്കിൽ ഈ സ്പോറ് ജെർമിനേറ്റ് ചെയ്ത് പുതിയ ഹൈഫേ ഉണ്ടാകും. ഇതാണ് ഫംഗസിന്റെ റീപ്രൊഡക്ഷൻ, സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. എന്തൊക്കെയാണെന്ന് ഇവിടെ പറയാം. ഫംഗസിന്റെ റീപ്രൊഡക്ഷനിൽ 3 സ്റ്റെപ്പ് ഉണ്ട്. ഒന്നാമത് പ്ലാസ്മോഗമി. പ്ലാസ്മോഗമി എന്ന് പറഞ്ഞാൽ ഈ 2 ഹൈഫേ അല്ലെങ്കിൽ 2 ഗ്യാമേറ്റ്സിന്റെ സൈറ്റോപ്ലാസം മാത്രം യൂസ് ചെയ്യുന്നു. രണ്ടാമത്തെ സ്റ്റേജില് കാരിയോഗമി. കാരിയോഗമി എന്ന് പറഞ്ഞാൽ നേരത്തെ ഫ്യൂസ് ചെയ്ത സൈറ്റോപ്ലാസത്തിലുള്ള 2 ന്യൂക്ലിയസ് യൂസ് ചെയ്യുന്നു. ന്യൂക്ലിയസിന്റെ ഫ്യൂഷൻ ആണെന്ന് പറയുന്നത് കാരിയോഗമി. ഏകദേശം ന്യൂക്ലിയസ് ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുന്നതാണ് സൈഗോട്ട്. ഈ സൈഗോട്ടില് റിഡക്ഷൻ ഡിവിഷൻ അല്ലെങ്കിൽ ന്യൂസിസ് നടന്നിട്ട് സ്പോർസ് ഉണ്ടാകുന്നു. ഈ പ്ലാസ്മോഗമിക്കും കാരിയോഗമിക്കും ഇടയിലുള്ള ഒരു സ്റ്റേജ് ആണത് ഡൈകാരിയോൺ അല്ലെങ്കിൽ ഡൈകാരിയോ ഫേസ്. അവിടെ എന്താ സംഭവിക്കുന്നത്, ഈ സൈറ്റോപ്ലാസം ഫ്യൂസ് ചെയ്ത് പക്ഷേ ന്യൂക്ലിയസ് ഫ്യൂസ് ചെയ്യുന്നില്ല. ന്യൂക്ലിയസ് ഫ്യൂസ് ചെയ്താൽ മാത്രമേ അത് 2n എന്നുള്ള കണ്ടീഷനിലേക്ക് മാറുള്ളൂ. ന്യൂക്ലിയസ് ഫ്യൂസ് ചെയ്യാത്തിടത്തോളം കാലം അത് 2 ന്യൂക്ലിയസ് ആയാലും n+n എന്നുള്ള ഒരു കണ്ടീഷനിലാണ് നിൽക്കുന്നത്. അത് ഹാപ്ലോയിഡും അല്ല ഡിപ്ലോയിഡും അല്ല എന്നുള്ള കണ്ടീഷൻ. അതാണ് ഡൈകാരിയോൺ. ഹാപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ n ആണ്, ഡിപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ 2n ആണ്. എന്നാൽ ഹാപ്ലോയിഡും അല്ല ഡിപ്ലോയിഡും അല്ല n+n എന്നുള്ള ഒരു കണ്ടീഷനിൽ നിൽക്കുന്നതാണ് ഡൈകാരിയോൺ ഫേസ്. ഇപ്പോൾ ലോവർ ഫംഗസിലൊക്കെ ആണെങ്കിൽ ഈ സൈറ്റോപ്ലാസത്തിന്റെ ഫ്യൂഷനും ന്യൂക്ലിയസിന്റെ ഫ്യൂഷനും ഉടനെ തന്നെ നടക്കും. സൈറ്റോപ്ലാസം ഫ്യൂസ് ചെയ്ത ഉടനെ തന്നെ ന്യൂക്ലിയസിന്റെ ഫ്യൂഷൻ നടക്കും. അതായത് പ്ലാസ്മോഗമി നടന്ന ഉടനെ തന്നെ കാരിയോഗമിയും നടക്കും. എന്നാൽ ഹയർ ഫംഗസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പ്ലാസ്മോഗമി നടന്ന് ചിലപ്പോൾ ഒരുപാട് സമയം കഴിഞ്ഞതിന് ശേഷം, ചിലപ്പോൾ ദിവസങ്ങളോ മാസങ്ങളോ വർഷങ്ങളോ കഴിഞ്ഞതിന് ശേഷമായിരിക്കും നടക്കുന്നത് കാരിയോഗമി നടക്കുന്നത്. അപ്പോൾ ആ പ്ലാസ്മോഗമി നടന്ന് കാരിയോഗമി നടക്കുന്നത് വരെയുള്ള സ്റ്റേജിനാണ് നമ്മൾ ഡൈകാരിയോൺ ഫേസ്, ഡൈകാരിയോ ഫേസ് എന്ന് പറയുന്നത്. പിന്നീട് ന്യൂക്ലിയസിന്റെ ഫ്യൂഷൻ നടന്ന് അതുണ്ടാകുന്നു ഡിപ്ലോയിഡ് സൈഗോട്ട് ഫോം ചെയ്യുന്നു. ഈ ഡിപ്ലോയിഡ് സൈഗോട്ടിന്റെ ന്യൂക്ലിയസ് അതിൽ നിയോസിസ് നടന്നിട്ട് 4 ന്യൂക്ലിയസ് ആയി മാറും. ഈ 4 ന്യൂക്ലിയസും 4 സ്പോറായി ഡെവലപ്പ് ചെയ്യുന്നു. ഈ സ്പോർ ഉണ്ടാകുന്നത് ഫ്രൂട്ടിംഗ് ബോഡിയിലാണ്. ഈ ഫ്രൂട്ടിംഗ് ബോഡിയിൽ നിന്നും ഈ സ്പോർ വിൻഡിന്റെ സഹായത്തോടു കൂടി ഡിസ്പേഴ്സ് ചെയ്യുന്നു. ഡിസ്പേഴ്സ് ചെയ്ത ഈ സ്പോർ എവിടെയാണോ വീഴുന്നത് അവിടെ നിന്നും പുതിയ ഹൈഫേ അതിൽ നിന്നും ജെർമിനേറ്റ് ചെയ്യും. ഇത്രയാണ് ഫംഗസിന്റെ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇല്ലെങ്കിൽ ഒന്നുകൂടെ കണ്ടാൽ മതി. അപ്പോൾ ഇനി നമ്മൾ അടുത്ത് നോക്കുന്നത് ഫംഗസിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് ഫംഗി. ഫംഗസിനെ പലതരത്തിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പല ഓതേഴ്സും അല്ലെങ്കിൽ പല സയന്റിസ്റ്റുകളും പലതരത്തിൽ തന്നെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ നമ്മുടെ NCERT സിലബസ് പ്രകാരം പറഞ്ഞിട്ടുള്ള ക്ലാസിഫിക്കേഷൻ മാത്രമാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. ഫംഗസിനെ ക്ലാസിഫൈ ചെയ്യാൻ മെയിൻ ആയിട്ടുള്ള ക്രൈറ്റീരിയ എന്ന് പറയുന്നതാണ് അതിന്റെ സെക്ഷുവൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ആണ്. സോ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ഫംഗൈ മെയിൻലി ബേസ്ഡ് ഓൺ ദി റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ. അതിന്റെ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ റീപ്രൊഡക്ഷൻ എങ്ങനെ നടക്കുന്നു അത് അടിസ്ഥാനമാക്കിയിട്ടാണ് ഫംഗസിന്റെ ക്ലാസിഫിക്കേഷൻ മെയിൻലി നടത്തിയിട്ടുള്ളത്. സെക്ഷുവൽ റീപ്രൊഡക്ഷന്റെ സ്ട്രക്ചേഴ്സിന്റെ കൂടെ തന്നെ മോർഫോളജി ഓഫ് ദ മൈസീലിയം, അതിന്റെ സ്പോർസിന്റെ കൈൻഡ്, അതുപോലെ നേച്ചർ ഓഫ് ലൈഫ് സൈക്കിള്, കൈൻഡ്സ് ഓഫ് സ്പൊറാഞ്ചിയ ഓർ ഫ്രൂട്ടിംഗ് ബോഡി ആൻഡ് മോഡ് ഓഫ് സ്പോർ ഫോർമേഷൻ, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ക്ലാസിഫിക്കേഷന് വേണ്ടി കൺസിഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മെയിൻലി ഫംഗസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് അത് അടിസ്ഥാനമാക്കിയിട്ടാണ്, സെക്ഷുവൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ അടിസ്ഥാനമാക്കിയിട്ടാണ്. അതിന്റെ കൂടെ എന്തുകൂടെ പരിഗണിക്കുന്നു, അതിൻ്റെ മൈസീലിയത്തിൻ്റെ സ്ട്രക്ചർ, സ്പോറിൻ്റെ സ്ട്രക്ചർ, ലൈഫ് സൈക്കിളിൻ്റെ നേച്ചർ, അതുപോലെ ഫ്രൂട്ടിംഗ് ബോഡി എങ്ങനെ ഉണ്ടാകുന്നു, അതിൻ്റെ മോഡ് ഓഫ് സ്പോർ ഫോർമേഷൻ, അതായത് എൻഡോജനസ് സ്പോർ ഫോർമേഷൻ ആണോ എക്സോജനസ് ഫോർമേഷൻ ആണോ എന്നൊക്കെ അടിസ്ഥാനമാക്കിയിട്ട് എന്ത് ചെയ്യുന്നു ഫംഗസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫംഗസിനെ പ്രധാനമായിട്ടും എൻ്റെ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ നോക്കിയിട്ട് 2ആയി തിരിച്ചിട്ടുണ്ട്. ഒന്ന് പെർഫെക്റ്റ് ഫംഗൈ എന്ന് പറയുന്നത്, ഒന്നാമത്തിന്
പെർഫെക്റ്റ് ഫഞ്ചൈ എന്ന് പറയുന്നു. രണ്ടാമത്തെ ഇംപെർഫെക്റ്റ് ഫഞ്ചൈ ആണ്. പെർഫെക്റ്റ് ഫഞ്ചൈ എന്ന് പറഞ്ഞാൽ എന്താ? ദ ഫഞ്ചൈ ദാറ്റ് ക്യാരി ഔട്ട് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. സെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടത്താൻ കഴിവുള്ള അല്ലെങ്കിൽ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടത്തുന്ന ഫംഗസിനെയാണ് എന്ന് പറയുന്നത് പെർഫെക്റ്റ് ഫഞ്ചൈ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫംഗസിൽ എന്തുണ്ടാവും? സെക്ഷുവൽ റീപ്രൊഡക്ഷനും അസെക്ഷുവൽ റീപ്രൊഡക്ഷനും വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷനും ഒക്കെ കാണാം. അത്തരം ഫംഗസാണ് പെർഫെക്റ്റ് ഫഞ്ചൈ. എന്നാൽ മറ്റു ചില ഫംഗസിൽ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ കാണപ്പെടുന്നില്ല അല്ലെങ്കിൽ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആബ്സെന്റ് ആണ്. അങ്ങനെയുള്ള ഫംഗസിനെ പറയുന്നതാണ് ഇംപെർഫെക്റ്റ് ഫഞ്ചൈ. അപ്പോൾ അതിലെ റീപ്രൊഡക്ഷൻ ഉണ്ടായിരുന്നു വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ മാത്രമേ കാണുന്നുള്ളൂ, സെക്ഷുവൽ റീപ്രൊഡക്ഷൻ കാണുന്നില്ല. അത്തരം ഗ്രൂപ്പിനെ അല്ലെങ്കിൽ ഫംഗസിനെ പറയുന്നതാണ് ഇംപെർഫെക്റ്റ് ഫഞ്ചൈ. ഫംഗസ് രണ്ട് തരത്തിലുണ്ട്. അതിന്റെ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ നോക്കിയിട്ട് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് പെർഫെക്റ്റ് ഫഞ്ചൈ എന്നറിയപ്പെടുന്നു, മറ്റത് ഇംപെർഫെക്റ്റ് ഫഞ്ചൈ എന്നറിയപ്പെടുന്നു. പെർഫെക്റ്റ് ഫഞ്ചൈ എന്ന് പറഞ്ഞാൽ ദ ഫഞ്ചൈ ദാറ്റ് ക്യാൻ ക്യാരി ഔട്ട് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. സെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടത്താൻ കഴിവുള്ള ഫംഗസിനെയാണ് പെർഫെക്റ്റ് ഫഞ്ചൈ എന്നറിയപ്പെടുന്നത്. സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആബ്സെന്റ് അല്ലെങ്കിൽ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇല്ലാത്ത ഫംഗസിനെയാണ് ഇംപെർഫെക്റ്റ് ഫഞ്ചൈ എന്ന് അറിയപ്പെടുന്നത്. ഈ പെർഫെക്റ്റ് ഫഞ്ചൈ ഏതാണ്, ഇംപെർഫെക്റ്റ് ഫഞ്ചൈ ഏതാണ് നമുക്ക് നോക്കാം. അപ്പോൾ ഫംഗസ് പ്രധാനമായും നമുക്ക് പഠിക്കാനുള്ള 4 ഗ്രൂപ്പുകളാണ് അല്ലെങ്കിൽ 4 ക്ലാസ്സുകളാണ്. ഒന്ന് ഫൈക്കോമൈസസ്, 2 ആസ്കോമൈസസ്, 3 ബെസിഡിയോമൈസസ്, 4 ഡ്യൂട്രോമൈസസ്. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള 4 ഫംഗസിന്റെ ഗ്രൂപ്പുകളാണ് ഫൈക്കോമൈസസ്, ആസ്കോമൈസസ്, ബെസിഡിയോമൈസസ് ആൻഡ് ഡ്യൂട്രോമൈസസ്. അപ്പോൾ ഇതിൽ ഈ ആദ്യത്തെ 3 ഫൈക്കോമൈസസ്, ആസ്കോമൈസസ്, ബെസിഡിയോമൈസസ്, ഇത് 3 എന്താണ്? പെർഫെക്റ്റ് ഫഞ്ചൈ ആണ്. അതായത് ഇതിൽ 3ലും എന്തുണ്ടാവും? സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഉണ്ടാവും. എന്നാൽ 4ാമത്തെ ഡ്യൂട്രോമൈസസ് എന്ന് പറയുന്ന അതൊരു ഇംപെർഫെക്റ്റ് ഫഞ്ചൈ ആണ്. അതായത് അതിലെന്തില്ല? സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇല്ല. അപ്പോൾ ഇങ്ങനെയാണ് ഫംഗസിന്റെ ക്ലാസിഫിക്കേഷൻ. അപ്പോൾ നമുക്ക് പ്രധാനമായിട്ട് ഓർത്തിട്ടുള്ളതാണ് പെർഫെക്റ്റ് ഫഞ്ചൈ ആൻഡ് ഇംപെർഫെക്റ്റ് ഫഞ്ചൈ. പെർഫെക്റ്റ് ഫഞ്ചൈ എന്ന് പറഞ്ഞാൽ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഉള്ളത്, ഇംപെർഫെക്റ്റ് ഫഞ്ചൈ എന്ന് പറഞ്ഞാൽ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇല്ലാത്തത്. പെർഫെക്റ്റ് ഫഞ്ചൈയിൽ വരുന്ന 3 ഗ്രൂപ്പുകൾ ഫൈക്കോമൈസസ്, ആസ്കോമൈസസ് ആൻഡ് ബെസിഡിയോമൈസസ്. ഇംപെർഫെക്റ്റ് ഫഞ്ചൈ എന്നറിയപ്പെടുന്നത് ഡ്യൂട്രോമൈസസ്, അല്ലെങ്കിൽ അതിന് ഫഞ്ചൈ ഇംപെർഫെക്റ്റ് എന്നും പറയാറുണ്ട്. ഫഞ്ചൈ ഇംപെർഫെക്റ്റ്. ഇത്രയാണ് നമുക്ക് ഫംഗസിന്റെ ക്ലാസിഫിക്കേഷനിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഗ്രൂപ്പ് ഫൈക്കോമൈസസ്. എന്താണ് ഫൈക്കോമൈസസ്? ആരൊക്കെയാണ് ഇതിലുള്ളത്? നമുക്കൊന്ന് നോക്കാം. ഈ ഫൈക്കോമൈസസിനെ അറിയപ്പെടുന്നത് ലോവർ ഫഞ്ചൈ എന്നാണ്. ഫൈക്കോമൈസസ് അറിയപ്പെടുന്നത് ലോവർ ഫഞ്ചൈ. ഫംഗസിലെ ഏറ്റവും പ്രിമിറ്റീവ് ആയിട്ടുള്ള ഫംഗസിനെ നമ്മൾ ലോവർ ഫഞ്ചൈ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ഫൈക്കോമൈസസ് എന്നുള്ളത് ഒരു ലോവർ ഫഞ്ചൈ ആണ്. ഇനി ഇതിന് എവിടെയാണ് കാണപ്പെടുന്നത് ഫൈക്കോമൈസസിനെ? They are found in aquatic habitats and on decaying wood. Aquatic habitatൽ കാണാം, അതുപോലെ decaying woodൽ കാണാം. And they are mostly found in moist and damp places. നനവുള്ള ഈർപ്പമുള്ള പ്രദേശത്താണ് ഈ ഫൈക്കോമൈസസിനെ കൂടുതലായും കാണപ്പെടുന്നത്. Or they can be live as obligate parasites on plants. അപ്പോൾ പ്ലാന്റ്സിൽ പാരസൈറ്റ് ആയിട്ടും ജീവിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഫൈക്കോമൈസസിനെ പ്രധാനമായും കാണപ്പെടുന്നത് അക്വാറ്റിക് ഹാബിറ്റാറ്റ്സിൽ അല്ലെങ്കിൽ ഡീക്കേയിങ് വുഡ്, ഈ ചീഞ്ഞ് ജീർണിക്കുന്ന മരങ്ങളിൽ കാണാം. അതല്ലെങ്കിൽ പ്ലാന്റ്സിൽ പാരസൈറ്റ് ആയിട്ട് കാണാം. ഇവരെ പ്രധാനമായിട്ടും കാണുന്നത് മോയിസ്റ്റ് ആൻഡ് ഡാമ്പ് പ്ലേസസിലാണ്. ഇപ്പോൾ നനവുറപ്പുള്ള മണ്ണിൽ അങ്ങനത്തെ പ്രദേശത്താണ് ഈ ഫൈക്കോമൈസസിനെ പ്രധാനമായും കാണുന്നത്. ആൻഡ് their mycelium is aseptate and സീനോസൈറ്റിക്. എന്താണ് അസെപ്റ്റേറ്റ്, എന്താണ് സീനോസൈറ്റിക് പഠിച്ചതാണ്. എന്താണ് അസെപ്റ്റേറ്റ്? ഫംഗസില് സെപ്റ്റ് അല്ലെങ്കിൽ ക്രോസ് വാൾസ് ഇല്ല. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇതിന്റെ ഫംഗസ്, ഈ ഫംഗസിന്റെ ഹൈഫേ ആണത്. ഇതിലെന്തില്ല? ക്രോസ് വാൾസ് ആബ്സെന്റ് ആണ്. അപ്പൊ ക്രോസ് വാൾസ് ആബ്സെന്റ് ആയിട്ടുള്ള ഹൈഫേ പറയുന്നതാണത് അസെപ്റ്റേറ്റ് ഹൈഫേ. അപ്പൊ ഇതിൽ ഒരുപാട് ന്യൂക്ലിയസ്, ഒരു ട്യൂബില് ഒരുപാട് ന്യൂക്ലിയസ് ഉള്ള പോലെയുള്ള കണ്ടീഷൻ, അതുകൊണ്ടാണ് ഇതിന് പറയുന്നത് സീനോസൈറ്റിക്. അപ്പോൾ ഈ ഫൈക്കോമൈസസിന്റെ ഹൈഫേ എന്ന് പറയുന്നത് അസെപ്റ്റേറ്റ് ആണ്, അതുപോലെ സീനോസൈറ്റിക് ആണ്. അസെപ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഫംഗസിൽ എന്തില്ല? ഈ ഹൈഫേയില് ക്രോസ് വാൾസ് ഇല്ല, കണ്ടിന്യൂസ് ട്യൂബ് പോലെയാണ്, മൾട്ടി ന്യൂക്ലിയേറ്റഡ് കണ്ടീഷൻ ആണ്. അതുകൊണ്ട് അത് സീനോസൈറ്റിക് എന്ന് അറിയപ്പെടും. ഇനി ഈ ഫംഗസിന്റെ അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത് പ്രധാനമായും മൊട്ടൈൽ സ്പോർസിലൂടെയോ അല്ലെങ്കിൽ നോൺ മൊട്ടൈൽ സ്പോർസിലൂടെയാണ്.
അപ്പോൾ ഈ ഫംഗസിൽ ഈ ഫൈക്കോമൈസിൽ നടക്കുന്ന സെക്ഷൽ റീപ്രൊഡക്ഷൻ മോട്ടൈൽ സ്പോർസിലൂടെയാണെങ്കിൽ അതിനെ പറയുന്നതാണ് സൂസ്പോർസ്. സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത് നോൺ മോട്ടൈൽ സ്പോർസിലൂടെയാണ് അതിനെ പറയുന്നത് എപ്ലാനോസ്പോർസ്. സൂസ്പോർസ് എപ്ലാനോസ്പോർസ് ഒക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. thin-walled motile spores are called zoospores and the thin-walled non-motile spores are called eplanospores. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പോൾ ഫൈക്കോമൈസിസിൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത് ഒന്നുകിൽ സൂസ്പോർ ഫോർമേഷൻ വഴി അല്ലെങ്കിൽ എപ്ലാനോസ്പോർ ഫോർമേഷൻ വഴിയാണ്. ആൻഡ് ദീസ് സ്പോർസ് ആർ പ്രൊഡ്യൂസ്ഡ് എൻഡോജീനിയസ്ലി. എന്താണ് എൻഡോജീനിയസ്ലി? ഒരു സ്പൊറാഞ്ചിയത്തിനകത്ത് സ്പോർസ് ഉണ്ടാണെങ്കിൽ അതിനെ പറഞ്ഞതാണ് എൻഡോജീനസ് സ്പോർസ്. So these zoospores and eplanospores are produced endogenously in sporangium. അപ്പോൾ ഈ ഫംഗസിന്റെ ഹൈഫയിൽ നിന്നും ഒരു സ്പൊറാഞ്ചിയം ഉണ്ടാവുന്നു. ഈ സ്പൊറാഞ്ചിയത്തിനകത്താണ് ഉണ്ടാവുന്നത് ഈ സൂസ്പോർസ് അല്ലെങ്കിൽ എപ്ലാനോസ്പോർസ് ഒക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് എൻഡോജീനസ് സ്പോർസ് എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ് എൻഡോജീനസും എക്സോജീനസും ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദമായിട്ട് പറഞ്ഞാണ്. ഇതിന്റെ സെക്ഷൽ റീപ്രൊഡക്ഷനിൽ വരികയാണെങ്കിൽ the sexual reproduction occurs by the fusion of two gametes. ഫൈക്കോമൈസിസിൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത് രണ്ട് ഗ്യാമേറ്റ്സിന്റെ ഫ്യൂഷൻ വഴിയാണ്. ഹൈഫയുടെ ഫ്യൂഷൻ വഴിയല്ല, ഗ്യാമേറ്റിന്റെ ഫ്യൂഷൻ വഴിയാണ് ഈ ഫൈക്കോമൈസിസിൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത്. And by the fusion of these gametes a zygospore is formed. രണ്ട് ഗ്യാമേറ്റ്സ് ഫ്യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? ഒരു സൈഗോസ്പോർ ഉണ്ടാവുന്നു. ഇപ്പോൾ നമുക്കറിയാം ഇത് ലോവർ ഫംഗയാണ്. ലോവർ ഫംഗസിൽ എന്തുണ്ടാവും? ഈ പ്ലാസ്മോഗമിയും കാരിയോഗമിയും എല്ലാം വളരെ പെട്ടെന്ന് തന്നെ നടക്കും. അവിടെ എന്തുണ്ടാവില്ല? ഒരു ഡൈകാരിയോൺ ഫേസ് ഒന്നും ഉണ്ടാകുന്നില്ല. ഈ ഫ്യൂസ് ഗ്യാമേറ്റ്സ് ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിൻ്റെ സൈറ്റോപ്ലാസും അതുപോലെ അതിൻ്റെ ന്യൂക്ലിയസും ഉടനെ തന്നെ ഫ്യൂസ് ചെയ്യുന്നു. എന്നിട്ട് എന്തുണ്ടാവുന്നു? ഒരു സൈഗോസ്പോർ ഉണ്ടാവുന്നു. ഈ സ്പോർ ജെർമിനേറ്റ് ചെയ്ത് പുതിയ ഹൈഫേ ഉണ്ടാവുന്നു. ഇനി ഈ ഫ്യൂസ് ചെയ്യുന്ന ഗ്യാമേറ്റ്സ് ചിലപ്പോൾ സിമിലർ ആയിരിക്കാം അല്ലെങ്കിൽ ഡിസിമിലർ ആയിരിക്കാം. ഇപ്പോൾ രണ്ട് ഗ്യാമേറ്റ്സ് ഫ്യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു. ഈ രണ്ട് ഗ്യാമേറ്റ്സും ചിലപ്പോൾ സിമിലർ ആയിരിക്കാം അല്ലെങ്കിൽ ഡിസിമിലർ ആയിരിക്കും. അതിൻ്റെ കാഴ്ചയിൽ രണ്ട് ഗ്യാമേറ്റ്സും സിമിലർ ആണെങ്കിൽ അതിനെ ഐസോഗ്യാമസ് എന്ന് പറയും. ഐസോ മീൻസ് സിമിലർ. നമ്മൾ ഒരുപാട് ഐസോ പഠിച്ചിട്ടുണ്ടാവും. ഐസോബാർ, ഐസോടോപ്പ്, അങ്ങനെ ഐസോമറസ്, അങ്ങനെ പലതും പഠിച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഇവിടെ ഈ രണ്ട് ഗ്യാമേറ്റ്സും സിമിലർ ആണെങ്കിൽ അതിനെ പറയുന്നതാണ് ഐസോഗ്യാമസ്. അപ്പോൾ രണ്ട് ഗ്യാമേറ്റ്സും കണ്ടാൽ പരസ്പരം തിരിച്ചറിയാൻ കഴിയാത്ത രണ്ട് ഗ്യാമേറ്റ്സ് ആണ് ഫ്യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനെ പറയുന്നതാണ് ഐസോഗ്യാമസ്. ഇനി ഫ്യൂസ് ചെയ്യുന്ന രണ്ട് ഗ്യാമേറ്റ്സും ഡിസിമിലർ ആണെങ്കിൽ, ഒന്ന് വലുതും ഒന്ന് ചെറുതോ അല്ലെങ്കിൽ മറ്റ് പല ഷേപ്പിലൊക്കെ ഡിസിമിലർ ആണെങ്കിൽ അതിനെ പറയുന്നതാണ് അനൈസോഗ്യാമസ് അല്ലെങ്കിൽ ഊഗ്യാമസ്. അനൈസോഗ്യാമസ് അല്ലെങ്കിൽ ഊഗ്യാമസ്. അപ്പോൾ ഈ ഫൈക്കോമൈസിസിലെ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത് ഗ്യാമേറ്റ്സിന്റെ ഫ്യൂഷൻ വഴിയാണ്. ഗ്യാമേറ്റ്സിന്റെ ഫ്യൂഷൻ വഴി ഒരു സൈഗോസ്പോർ ഉണ്ടാകുന്നു. ഈ സൈഗോസ്പോർ ജെർമിനേറ്റ് ചെയ്ത് പുതിയ ഹൈഫേ ഉണ്ടാകുന്നു. ഈ ഫ്യൂസ് ചെയ്യുന്ന ഗ്യാമേറ്റ്സ് രണ്ടും സിമിലർ ആണെങ്കിൽ അതിനെ ഐസോഗ്യാമസ് എന്ന് പറയും. ഈ ഫ്യൂസ് ചെയ്യുന്ന ഗ്യാമേറ്റ്സ് രണ്ടും ഡിസിമിലർ ആണെങ്കിൽ, അതായത് ഒരുപോലെ അല്ല എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പറയുന്നത് അനൈസോഗ്യാമസ് അല്ലെങ്കിൽ ഊഗ്യാമസ്. അപ്പോൾ രണ്ട് തരത്തിലുള്ള ഗ്യാമേറ്റ്സ് ഫ്യൂഷൻ ഉണ്ട്. ഐസോഗ്യാമസ് ഫ്യൂഷനും അനൈസോഗ്യാമസ് ഫ്യൂഷനും. ഇത്രയാണ് ഫൈക്കോമൈസിസിനെ കുറിച്ചുള്ളത്. അപ്പോൾ ഫൈക്കോമൈസിന് വളരെ കുറച്ച് നമുക്ക് പഠിക്കാനുള്ളൂ. ഒന്ന്, ഫൈക്കോമൈസിസ് എവിടെയാണ് കാണപ്പെടുന്നത്? അത് അക്വാറ്റിക് ഹാബിറ്റാറ്റിലോ അല്ലെങ്കിൽ ഡീക്കേയിങ് വുഡിൽ അല്ലെങ്കിൽ പാരസൈറ്റ് ആയിട്ടൊക്കെയാണ് കാണപ്പെടുന്നത്. പിന്നെ അതിൻ്റെ റീപ്രൊഡക്ഷൻ അതിൻ്റെ ഹൈഫൈ എന്ന് പറയുന്നത് അസെപ്റ്റേറ്റ് ആൻഡ് സിനോസൈറ്റിക് ഹൈഫൈ ആണ്. പിന്നെ അതിന്റെ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത് സൂസ്പോർ ഫോർമേഷൻ വഴി അല്ലെങ്കിൽ എപ്ലാനോസ്പോർ ഫോർമേഷൻ വഴിയാണ്. ഈ സൂസ്പോർസും എപ്ലാനോസ്പോർസും എല്ലാം എൻഡോജീനസ് സ്പോർസ് ആണ്. അതായത് ഒരു സ്പൊറാഞ്ചിയത്തിനകത്താണ് ഈ സൂസ്പോർസും എപ്ലാനോസ്പോർസും എല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നീട് അതിന്റെ സെക്ഷൽ റീപ്രൊഡക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ രണ്ട് ഗ്യാമേറ്റിന്റെ ഫ്യൂഷൻ വഴിയാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത്. ഗ്യാമേറ്റിന്റെ ഫ്യൂഷൻ വഴി എന്തുണ്ടാവുന്നു? ഒരു സൈഗോസ്പോർ ഉണ്ടാവുന്നു. ഈ സൈഗോസ്പോർ ജെർമിനേറ്റ് ചെയ്ത് പുതിയ ഹൈഫേ ഉണ്ടാവുന്നു, അല്ലെങ്കിൽ പുതിയ ഫഞ്ചൈ ഉണ്ടാവുന്നു. ഇനി ഫ്യൂസ് ചെയ്യുന്ന ഗ്യാമേറ്റ്സ് രണ്ടും സിമിലർ ആണെങ്കിൽ, ഒരേപോലെയുള്ള ഗ്യാമേറ്റ്സ് ആണ് ഫ്യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനെ ഐസോഗ്യാമസ് എന്ന് പറയും. ഈ ഫ്യൂസ് ചെയ്യുന്ന ഗ്യാമേറ്റ്സ് രണ്ടും ഡിസിമിലർ ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? അനൈസോഗ്യാമസ് എന്ന് പറയും, അല്ലെങ്കിൽ ഊഗ്യാമസ് എന്ന് പറയും. ഇനി ഫൈക്കോമൈസിന് എക്സാമ്പിൾ ആണ് ഒന്ന് മ്യൂക്കർ. നമ്മൾ സാധാരണ
നമ്മുടെ പ്രദേശത്ത് കാണപ്പെടുന്ന ഫംഗസാണിത് മ്യൂക്കർ. ഇതുപോലൊരു ഫംഗസ് ഹൈപ്പേ എന്ന സ്പൊറാഞ്ചിയം, ആ സ്പൊറാഞ്ചിയത്തിനകത്ത് സ്പോറൊക്കെ ഉണ്ടാകുന്ന ഒരു തരം ഫംഗസാണ് മ്യൂക്കർ. ഈ ഫൈക്കോമൈസിസിൽ ഉൾപ്പെടുന്ന ഒരു ഫംഗസാണ്. മറ്റൊന്നാണ് ആൽബുഗോ. ഈ മസ്റ്റാർഡ് പ്ലാന്റിൽ പാരസൈറ്റ് ആയിട്ട് ജീവിക്കുന്നൊരു ഫംഗസാണ് ആൽബുഗോ. അപ്പോൾ നിങ്ങൾ ഈ ലീഫിൽ കാണുന്ന ഈ വൈറ്റ് സ്പോട്ട്സ് ഒക്കെ എന്താണ്? ആൽബുഗോ എന്ന് പറയുന്ന ഫംഗസാണ്. ലീഫിൽ പാരസൈറ്റ് ആയിട്ട് ജീവിക്കുന്ന ഒരു ഫംഗസാണ് ആൽബുഗോ. അപ്പോൾ ഈ എന്താണ് മസ്റ്റാർഡ് ലീഫിൽ അതിൻ്റെ പാരസൈറ്റ് ആയിട്ട് കാണുന്ന വൈറ്റ് സ്പോട്ട്സ് ഒക്കെ എന്താണ്? ആൽബുഗോ എന്ന് പറയുന്ന ഫംഗസാണ്. പിന്നെ നമുക്ക് ഏറ്റവും സുപരിചിതമായ ഒരു ഫംഗസാണെന്ത്? റൈസോപ്പസ്. ഈ ഫൈക്കോമൈസിസിൽ ഉൾപ്പെടുന്ന മറ്റൊരു ഫംഗസാണ് റൈസോപ്പസ്. എന്താണ് റൈസോപ്പസ്? നമ്മൾ സാധാരണ ബ്രെഡിൽ കാണുന്ന ഫംഗസാണ് റൈസോപ്പസ്. ബ്രെഡ് ഒക്കെ 1-2 ദിവസം പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്രെഡിലുണ്ടാകുന്ന പൂപ്പൽ, ആ പൂപ്പലാണെന്ത്? റൈസോപ്പസ് എന്ന് പറയുന്ന ഫംഗസ്. അപ്പോൾ ഈ ഫംഗസിൽ ഇതിൻ്റെ ഹൈഫേ ഈ ബ്രെഡിൽ ഇങ്ങനെ സ്പ്രെഡായി പരന്നിട്ടുണ്ടാവും. ആ ഫംഗസിൽ നിന്നും ഈ ഹൈഫയിൽ നിന്നും ഇതുപോലെ മുകളിലോട്ട് വരുന്നതാണെന്ത്? സ്പൊറാഞ്ചിയോസ്പോർ, അല്ലെങ്കിൽ അതിൻ്റെ സ്പോർസ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലൊരു സ്ട്രക്ചറാണ് എന്തുണ്ടാകുന്നത്? റൈസോപ്പസിൽ ഉണ്ടാകുന്നത്. ഈ ഫംഗസിലെ ബ്രെഡിൽ പടർന്നു പിടിക്കുന്നതിൻ്റെ മൈസീലിയമാണ്. അതായത് ഫംഗസിന് ആവശ്യമുള്ള ഫുഡൊക്കെ അബ്സോർബ് ചെയ്യുന്നത് ഈ മൈസീലിയമാണ്. അതിൻ്റെ റീപ്രൊഡക്ഷൻ നടത്താൻ വേണ്ടിയിട്ട് അത് അതിൻ്റെ സ്പോർസ് ഉണ്ടാകുന്ന ഈ സ്പൊറാഞ്ചിയത്തിനകത്താണ്. അപ്പോൾ അതിൻ്റെ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറാണിത്. ഇതതിൻ്റെ വെജിറ്റേറ്റീവ് സ്ട്രക്ചറാണ് അതിൻ്റെ മൈസീലിയം. ഈ ഫംഗസിൽ ഈ ബ്രെഡിൽ ഇങ്ങനെ പടർന്ന് വളരുന്നതാണ് അതിൻ്റെ മൈസീലിയം. അതിൻ്റെ മുകളിലോട്ട് വളരുന്നത് അതിൻ്റെ റീപ്രൊഡക്ഷൻ നടത്താൻ വേണ്ടിയിട്ടാണ്. അതായത് അതിൻ്റെ സ്പൊറാഞ്ചിയം ആണ് ഈ ഒരു സ്ട്രക്ചർ ഉണ്ടാകുന്നത്. സ്പോർ ഉണ്ടാകുന്നു. ഈ സ്പോറ് ഡിസ്പേഴ്സ് ചെയ്ത് എവിടെയാണ് വീഴുന്നത് അവിടേക്ക് ഉണ്ടാകുന്ന പുതിയ ഫംഗസ് ഡെവലപ്പ് ചെയ്യുന്നു. ഇത്രയാണ് റൈസോപ്പസ്. നമ്മൾ സാധാരണ ബ്രെഡ് മോൾഡ് എന്ന് അറിയപ്പെടുന്ന റൈസോപ്പസ് ആണ്. ഇത് ഈ ബ്രെഡ് മോൾഡ് ഏതിൽ വരുന്നതാണ്? ഫൈക്കോമൈസിസിൽ വരുന്നതാണ്. ഇത്രയാണ് നമുക്ക് ഫൈക്കോമൈസിസിനെ കുറിച്ച് പഠിക്കാനുള്ളത്. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് ആസ്കോമൈസിസ്. നമ്മുടെ രണ്ടാമത്തെ ഗ്രൂപ്പായ ആസ്കോമൈസിസ് തൽക്കാലം നമ്മുടെ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. അല്ലെങ്കിൽ ഒന്നുകൂടെ കണ്ട് ഒന്ന് കൃത്യമായി മനസ്സിലാക്കുക. എല്ലാ ടേംസൊന്നും മാറിപ്പോകരുത്. 1-2 പ്രാവശ്യം വായിച്ച് എഴുതി പഠിക്കണം. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? പെട്ടെന്ന് മറന്നു പോകും. അപ്പോൾ ബാക്കി ആസ്കോമൈസിസും മറ്റു ക്ലാസ്സുകൾ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും താങ്ക് യു.